നമ്മുടെ നോർത്ത് ഇന്ത്യൻ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് കണ്ണൂർ എയർപോർട്ടിൽ നിന്നും ഡൽഹിയിലേക്ക് പോവുകയാണ്. ഇതാണ് കണ്ണൂർ എയർപോർട്ട്. നല്ല ഒരു എയർപോർട്ടാണ് കേട്ടോ. അത്യാവശ്യം എല്ലാവിധ സൗകര്യങ്ങളും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള എയർപോർട്ടാണ്. പക്ഷേ അത് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല. സർവീസസ് വളരെ കുറവാണ്. നമ്മൾ ലാസ്റ്റ് മിനിറ്റിലാണ് എത്തിയത്. പെട്ടെന്ന് പരിപാടി ചെക്കിനെല്ലാം കഴിഞ്ഞതേ ഫ്ലൈറ്റിലോട്ട് കയറുന്നു. നമ്മുടെ ഇന്ത്യയിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഡൊമസ്റ്റിക് സർവീസും ഇപ്പോൾ ഇൻഡിഗോയാണ് ചെയ്യുന്നത്. സാധാരണ ഒരു എക്കോണമിക് ഫ്ലൈറ്റാണ്. അങ്ങനെ നമ്മൾ ഡൽഹിയിലെത്തി. അവിടെ നമുക്കൊരു 5 മണിക്കൂർ 4 മണിക്കൂർ ടൈമുണ്ട് അടുത്ത ഫ്ലൈറ്റിന്. അപ്പോൾ അവിടുത്തെ കഫറ്റീരിയയിൽ നിന്ന് നമ്മൾ ചായയും കാപ്പിയെല്ലാം മേടിച്ച് കഴിക്കുകയാണ്. ഡൽഹിയിലെത്തിയത് കൊണ്ട് തന്നെ ഡൽഹിയിലെ ആലു പൊറോട്ടയും അതുപോലെ തന്നെ പാവ് ബജിയൊക്കെയാണ് നമ്മൾ കഴിച്ചത്. പുതിയൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ടേസ്റ്റൊക്കെ നമ്മൾ ആസ്വദിക്കണ്ടേ. അങ്ങനെ ഏതാനും മണിക്കൂറത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ അടുത്ത ഫ്ലൈറ്റ് കയറാൻ പോവാണ്. നമ്മൾ സെയിം ടെർമിനൽ തന്നെയായിരുന്നു. അവിടെ നിന്ന് അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് അമൃത്സറിലേക്കാണ് പോകുന്നത്. ഇപ്പം നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമൃത്സറിൽ പോവുക, അവിടെ വാഗ ബോർഡർ കാണുക, അതുപോലെ തന്നെ സുവർണക്ഷേത്രം, ഇത് രണ്ടും കവർ ചെയ്ത് തിരിച്ച് പോവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ബസ്സിൽ ഇൻഡിഗോയുടെ ഫ്ലൈറ്റിലേക്ക് പോവുകയാണ്. അല്പം ദൂരം മാറിയാണ് ഇത് നിർത്തിയിരിക്കുന്നത്. ഡൽഹി ടു അമൃത്സർ 1.25 മണിക്കൂറാണ് ഫ്ലൈറ്റ് യാത്ര. പക്ഷേ നമ്മളുടെ ഈ ഫ്ലൈറ്റ് ലാൻഡിങ്ങിൽ ടെക്നിക്കൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തിരിച്ച് ചണ്ഡീഗഡിൽ പോയി ഇറങ്ങി അവിടെ 1 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും അമൃത്സറിലേക്ക് ഫ്ലൈറ്റ് ചെയ്ത് അങ്ങനെ മൊത്തം ഒരു 3.5-4 മണിക്കൂർ എടുത്തു. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ പലതും ഇന്ന് നടക്കത്തില്ല. അങ്ങനെ അമൃത്സറിൽ വൈകിട്ടെത്തി. ഇപ്പോൾ നമ്മുടെ വാഗ ബോർഡർ ക്യാൻസൽ ചെയ്തിട്ട് നേരെ ഇന്ന് സുവർണക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ഇതാണ് അമൃത്സർ എയർപോർട്ട്. നമ്മളവിടെ നിന്ന് നേരെ ഇവിടെ സുവർണക്ഷേത്രം, സിഖുകാരുടെ മെയിൻ ആരാധനാ സ്ഥലമായ ഗോൾഡൻ ടെമ്പിളിലെത്തി. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വളരെ ലാർജ് കോർട്ട്യാർഡൊക്കെയുള്ളൊരു സ്ഥലമാണ്. ഭയങ്കര സൈലൻറ്റും ഇവരുടെ പ്രാർത്ഥനാ മന്ത്രങ്ങളും പാട്ടുകളൊക്കെയാണ് ഇവിടെ ഫുള്ള് കേൾക്കുന്നത്. നമ്മൾ ആദ്യമേ തന്നെ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഉള്ളിൽ കയറണമെങ്കിൽ നമുക്ക് തലയിൽ എന്തെങ്കിലും രീതിയിലുള്ള കെട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ അതൊക്കെ വിൽക്കുന്ന കടകൾ ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ തൊട്ടടുത്ത ഒരു ഷോപ്പിൽ പോയി ഈ കാണുന്ന സാഫ്രോൺ നിറത്തിലുള്ള ഒരു കവറ് അവർ തന്നെ കെട്ടിത്തരും. അല്ലെങ്കിൽ ഈ ഗോൾഡൻ ടെമ്പിളിൽ നിന്ന് ഇറങ്ങുന്നവർ ഇതുപോലെ അവിടെ ഒരു ബാസ്ക്കറ്റിൽ അഴിച്ചിട്ടിട്ടുള്ള അതുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മൾ നോക്കുമ്പോൾ പല ആൾക്കാരും ഉപയോഗിക്കുന്നതല്ലേ, അതുകൊണ്ട് തന്നെ കടയിൽ പോയി നല്ലവണ്ണം മേടിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ തന്നെ എല്ലാം കെട്ടിക്കൊടുക്കുവാണ്. ഇതൊക്കെ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ആദ്യ അനുഭവമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോർത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. നോർത്ത് ഇന്ത്യ കാണുന്നതും അവിടുത്തെ കാലാവസ്ഥയും എല്ലാം ഇപ്പോഴാണ് അനുഭവിച്ചറിയുന്നത്. ഇവിടെ ഇപ്പം തണുപ്പാണ്. നമുക്ക് ചെറിയൊരു ജാക്കറ്റ് ഇട്ട് നടക്കേണ്ട ഒരു തണുപ്പുണ്ട്. സിവിയർ കോൾഡൊന്നും അല്ല. അങ്ങനെ എല്ലാവരുടെയും തലയിൽ കെട്ടൊക്കെ കെട്ടി മുടി പുറത്ത് കാണാത്ത രീതിയിലൊക്കെ കെട്ടണമെന്നാണ്. അത് ഇവർ പറഞ്ഞു തരുന്ന രീതിയിലൊക്കെ കെട്ടി നമ്മൾ പയ്യെ പോവുകയാണ്. അതായത് സിഖുകാരൊഴികെ ബാക്കി എല്ലാവർക്കും, അതായത് സിഖുകാർക്ക് ഓൾറെഡി തലയിൽ കെട്ടുണ്ടല്ലോ, അതായത് പ്രായഭേദമന്യേ എല്ലാവരും ഇത് തലയിൽ കെട്ടണം. ഇപ്പോൾ നമ്മുടെ ഇവിടുന്ന് പോയ എല്ലാവരുടെയും തലയിൽ കെട്ടുന്നുണ്ട്. ജെന്നിഫറിനൊക്കെ ഇത് കിട്ടുന്നത് എന്തൊരു ഭയങ്കര കൗതുകമാണ്, ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്നത്, ഹാപ്പി ആയിട്ട്. അപ്പോൾ എനിവേ നമ്മൾ ഇതെല്ലാം കെട്ടിയിട്ട് ഇനിയിപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. ഇപ്പം ഞങ്ങളെ ഇവിടെ മുഴുവൻ കറക്കി കാണിക്കുന്നത് ഞങ്ങളുടെ അങ്കിൾ തന്നെയാണ്. പുള്ളി പഞ്ചാബിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ നമ്മുടെ ഷൂസും കാര്യങ്ങളെല്ലാം ഇവിടെ ഈ പറയുന്ന കൗണ്ടറിൽ ഏൽപ്പിക്കണം. അപ്പോൾ ഒരു ടോക്കൺ തരും, ഫ്രീ ആയിട്ട് ഇത് ഇവർ സൂക്ഷിച്ച് വെക്കും. നമ്മൾ അകത്തെല്ലാം കയറി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഷൂ സോക്സ് ഒന്നും ഇടാൻ പാടില്ല. തിരിച്ചു വരുമ്പോൾ അവർ ടോക്കൺ കാണിക്കുമ്പോൾ തരും. അതുപോലെ തന്നെ കയറുന്നതിന് മുമ്പ് കാല് കഴുകി ഈ വെള്ളത്തിനകത്തൂടെ ചവിട്ടി വേണം അകത്തേക്ക് പ്രവേശിക്കാൻ. കാരണം അകത്ത് മുഴുവൻ കാർപ്പറ്റൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. യാതൊരു വിധത്തിലുള്ള ചെളിയോ ഒന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല. അങ്ങ് കാണുന്ന നല്ല സുവർണ ശോഭയിൽ കാണുന്നതാണ് ഗോൾഡൻ ടെമ്പിൾ. ഇതൊരു വലിയ ഒരു പോണ്ടിൻ്റെ നടുക്കാണ് ഈ ഗോൾഡൻ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. വലിയൊരു കുളമുണ്ട്, അതിനകത്ത് നിറച്ച് മീനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അധികം കാണത്തില്ല, എങ്കിലും പകലൊക്കെ വരുവാണ് ഇത്തിരി കാണാം. അതുപോലെ ആ ഗോൾഡൻ ടെമ്പിളിൻ്റെ ചുറ്റിനും കാണുന്ന ഇതൊക്കെ ഇവിടുത്തെ ഇവരുടെ ഈ ബിൽഡിങ്ങിലൊക്കെയാണ് ഇവരുടെ സന്യാസിമാർ അവരൊക്കെ താമസിക്കുന്നത്. ഇവിടെ ഫുള്ള് നിങ്ങൾക്ക് ഇവരുടെ മന്ത്രങ്ങളോ അല്ലെങ്കിൽ ഇവരുടെ പ്രാർത്ഥനാ ഗാനങ്ങളൊക്കെ കേൾക്കാം. ഈ കാണുന്ന മരം ഗുരു നാനാക്ക് നട്ടതാണ്, അദ്ദേഹത്തിൻ്റെ സമയത്തുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് യാതൊരുവിധ കോട്ടും വരാതെ അതിന് താങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട്, വലിയ അയൺ ബാർ കൊണ്ടൊക്കെ.
നമ്മളിങ്ങനെ ചുറ്റിനും നടന്ന് അകത്തേക്ക് പ്രവേശിക്കാൻ പോവാണ്. പല സ്ഥലത്തും ഇതുപോലുള്ള സെക്യൂരിറ്റിനെ കാണാം. നമുക്ക് വീഡിയോ എടുക്കുന്നതിനൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എടുക്കാം, പക്ഷേ ഒരുപാട് സമയം വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് എടുക്കാൻ സാധിക്കത്തില്ല. നമ്മൾ ഇവിടുന്ന് പതിയെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. ഉള്ളിൽ ഈ ഗോൾഡൻ ടെമ്പിളിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ യാതൊരു വിധത്തിലുള്ള വീഡിയോഗ്രാഫിയും അവർ അലൗ ചെയ്യുന്നില്ല. സിഖുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ മോസ്റ്റ് സേക്രഡ് പ്ലേസ് ആണ്. അതുകൊണ്ട് തന്നെ വരുന്നവരെല്ലാം പ്രാർത്ഥനാ മന്ത്രങ്ങളും അതുപോലെ പാട്ടുകളൊക്കെ പാടിയാണ് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഈ കുളത്തിലെ മീനുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ പയ്യെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. വീഡിയോ എടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഇവിടെ വെച്ച് നിർത്തുകയാണ്. പക്ഷേ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഉള്ളിലൊക്കെ പ്രവേശിക്കുമ്പോൾ ത്രൂ ഔട്ട് അവരുടെ ഭജൻസൊക്കെ പാടിക്കൊണ്ട് ഉള്ളിൽ ആൾക്കാരുണ്ട്. അതുപോലെ ഗുരുനാനാക്കിൻ്റെ സേക്രഡ് ബുക്ക് അത് കവർ ചെയ്ത് അതൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഡെഫിനറ്റായിട്ട് ഈ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.